ആഴങ്ങളിൽ 12ാം നാൾ. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുൻ 12ാം ദിവസവും കാണാമറയത്തു തന്നെ. ശക്തമായ അടിയൊഴുക്കിനെ അവഗണിച്ച് ഗംഗാവലി പുഴയിൽ ഇറങ്ങിയ സന്നദ്ധ പ്രവർത്തകൻ ഈശ്വർ മാൽപേയ്ക്കും കാര്യമായ സൂചനകളൊന്നും ലഭിച്ചില്ല. കരയിൽ നിന്ന് 132 മീറ്റർ അകലെയാണ് ലോറി ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന് ശാസ്ത്രീയ പരിശോധന നടത്തിയ സംഘം റിപ്പോർട്ട് നൽകി. ഡ്രഡ്ജിങ്ങിന്റെ സാധ്യത തേടുമെന്ന് കാഴ്വാർ MLA സതീഷ് കൃഷ്ണ സെയിൽ വ്യക്തമാക്കി. കുത്തിയൊഴുകുന്ന ഗംഗാവാലി പുഴ. നേവിയുടെ വിദഗ്ധ പരിശീലനം ലഭിച്ച ഡൈവേഴ്സിനും കീഴടക്കാൻ പറ്റാത്ത കുത്തൊഴുക്ക്. പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്കാണ് രക്ഷാദൌത്യം ഏറ്റെടുത്ത് ഉടുപ്പിക്കാരൻ ഈശ്വർ മാൽപേയും സംഘവും എത്തിയത്. അപകടം മനസ്സിലാക്കി ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചു. സ്വന്തം റിസ്കിൽ ദൌത്യത്തിന് തയ്യാറാണെന്ന് ഈശ്വർ മാൽപേ. ഉച്ചയോടെ MLA ഉൾപ്പെടെയുള്ള സംഘം പുഴയിലെ മൺകൂനയിലേക്ക്. കരയിൽ നിന്ന് 132 മീറ്റർ അകലെ മൺകൂനയോട് ചേർന്നാണ് ഐബോർഡ് പരിശോധനയിൽ ഏറ്റവും ശക്തമായ സിഗ്നൽ ലഭിച്ചത്. ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ. ഒഴുക്കും അടിയൊഴുക്കും ആഴവും തിരിച്ചറിയാൻ മാൽപേയുടെ ആദ്യ ഡൈവ്. രണ്ടാമത് ഡൈവ് ചെയ്തത് 15 മിനിറ്റിന്റെ ഇടവേളയിൽ. കയർ ബന്ധിക്കാനുള്ള സ്ഥലം ഉറപ്പിച്ച് തിരികെ കയറി. പക്ഷേ മൂന്നാമത്തെ ഡൈവ് കണക്കുകൂട്ടിയതുപോലെ ആയില്ല. ശക്തമായ അടിയൊഴുക്ക് മാൽപേയുടെ സുരക്ഷയ്ക്കുള്ള കയറിന്റെ കെട്ടഴിച്ചു. ഒഴുക്കിൽപ്പെട്ട മാൽപേ ആശങ്കയുടെ മിനിറ്റുകൾ കടന്ന് 100 മീറ്റർ മാറിയാണ് പൊങ്ങിയത്. പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്ന നാവിക സംഘം മാൽപേയെ രക്ഷിച്ച് മൺതിട്ടയിലെത്തിച്ചു. പിന്മാറാൻ തയ്യാറാകാതിരുന്ന ഈശ്വർ മാൽപേ 7 തവണ ഗംഗാവാലിയിൽ ഊളിയിട്ടു. പക്ഷേ അർജുനിലേക്കോ അർജുന്റെ ലോറിയിലേക്കോ വെളിച്ചം വീശുന്ന സൂചനകളൊന്നും ലഭിച്ചില്ല. പുഴയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ മരങ്ങളും പാറകളും ചെളിയുമെല്ലാം വെല്ലുവിളിയെന്ന് MLA സതീഷ് കൃഷ്ണ സെയിൽ. He has made 4 lines. Almost he has completing, but because of water speed, he also cannot reach. For that, we are trying to make this alternate arrangement if possible. മാർക്ക് ചെയ്ത മുഴുവൻ സ്ഥലവും ഇന്ന് പരിശോധിച്ചു. ഇരുട്ടിന് കനം വെച്ചതോടെയാണ് മാൽപേ സംഘം കരയ്ക്കു കയറിയത്. ദൌത്യം അവസാനിപ്പിക്കില്ലെന്ന് സ്ഥലത്തെത്തിയ മന്ത്രി AK ശശീന്ദ്രൻ. ഇതുവരെയും നാം ആശിച്ച വിധത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സംഭവം നടക്കുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നിലപാടും കേരളത്തിന്റെ ഭാഗത്തുണ്ടാക്കി. പ്രതികൂല സാഹചര്യത്തിലും പുഴയിലിറങ്ങാൻ ഒരാൾ തയ്യാറായതിൽ ആശ്വാസമെന്ന് അർജുന്റെ ബന്ധു ജിതിൻ. പ്രതീക്ഷയ്ക്കുള്ള ഒരു വക തന്നെ ഇവിടെ ഉണ്ട്. ഇന്ന് അവരിറങ്ങിയ മുതൽ തന്നെ ഞാൻ ഈ സ്പോട്ടിൽ തന്നെ ഉണ്ട്, എല്ലാം വീക്ഷിക്കുന്നുണ്ട്. നമുക്ക് സാഹചര്യം അനുകൂലമാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സ്പോട്ട് 4-ൽ തന്നെയാണ് ലോറി ഉണ്ടാകാൻ ഏറ്റവും സാധ്യതയെന്ന് ഡ്രോൺ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ റിട്ടയർഡ് മേജർ M ഇന്ദ്രബാലൻ. ലോറിക്ക് ഭാഗികമായി തകരാർ സംഭവിച്ചിട്ടുണ്ടാകാം. ചെളിയിൽ പൂഴുന്ന നിലയിലാണ്. ലോറിയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതിശക്തമായ അടിയൊഴുക്കുള്ളപ്പോൾ പുഴയിൽ തിരച്ചിൽ തുടരുന്നത് സുരക്ഷിതമല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഈ സാഹചര്യത്തിൽ ഡ്രഡ്ജിംഗ് സാധ്യതയും ദൌത്യസംഘം തേടുന്നുണ്ട്. ഫ്ലോട്ടിംഗ് പോൺടൂൺ എത്തിക്കാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നുവെങ്കിലും നടപ്പായില്ല. ടീം 24 ഷിരൂർ.